ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാലൻസ് ഭാഗമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുളിയെല്ലാം കുത്തി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത് വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കിയെടുത്തതാണ്. അത് കഴിഞ്ഞിട്ടത് എൻ്റെ എല്ലാ കുരുവും എടുത്ത് കളയുകയാണ്. ഈ കുരു ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഉളുവും എല്ലാം കയറി ആ പുളി നശിച്ചു പോകും. നമുക്കത് പിന്നെ ഉപയോഗശൂന്യമായിട്ട് മാറും. അതിനാണ് നമ്മളെല്ലാ കുരുവും എടുത്ത് കളയുന്നത്. വാങ്ങിക്കുന്ന പുളിയിൽ എത്രത്തോളം ശുദ്ധമായിട്ട് ചെയ്യുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. വാങ്ങിച്ച പുളി നോക്കുമ്പോൾ അറിയാം, നമുക്ക് പകുതിയും കൂടുതലും അരിയായിരിക്കും ഉള്ളത്. അത് രണ്ട് രീതിയിലാണ് അവർ അരി വെക്കുന്നത്. ഒന്ന്, അവർക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വേണ്ടി വെയിറ്റ് കൂട്ടാൻ വേണ്ടിയാണ് അരി പകുതി കളയാതിരിക്കുന്നത്. ആ അരി അവിടെ ഇരുന്ന് ഇങ്ങനെ ഉളുവുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ശുദ്ധമായിട്ടുള്ള പുളി തന്നെ വേണം വീട്ടിൽ ഉപയോഗത്തിന് എടുക്കാൻ. പുളിയുടെ സീസൺ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളി വാങ്ങിക്കുക, സമയം പോലെ കുത്തിയെടുത്താൽ മതി. വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ജോലിയാണിത്. സ്വല്പം മനസ്സ് വെച്ചാൽ മാത്രം മതി. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ജോലിയാണിത്. എന്തല്ലേ, ഇരുന്ന ചീത്തയാവത്തൊന്നുമില്ല, നല്ലപോലെ ഉണക്കി വെച്ചിരുന്നാൽ മതി. നമ്മളിതെല്ലാം കുത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് തെരളിയെല്ലാം വെച്ച്, അതുപോലെ തന്നെ ഈ പുളി നമുക്ക് ഇതിനകത്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആ പുളിക്ക് നല്ല ഒരു സ്വാദും മണവും എല്ലാം ഉണ്ടാവും. നമ്മൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഇലയാണിത്. ഇത് കുറച്ച് പറിച്ചെടുക്കാം. പുളിയെല്ലാം കുത്തി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലപോലെ അരിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര അരി കിട്ടിയിട്ടുണ്ട്. ഈ അരി നമുക്ക് കന്നുകാലികളുള്ളവർക്ക് അത് പൊടിച്ചിട്ട് അവർക്ക് വേവിച്ച് കൊടുത്താൽ നല്ലതാണ്. പശുവൊക്കെ ഉള്ളിടത്ത് പാല് കൂടാനൊക്കെ ഗുണമുള്ളൊരു സാധനമാണ് ഈ പുളിയരി. അതുപോലെ അതിൽ നിന്ന് ഊരിയെടുത്ത നാരാണിത്. ഇതിന് നമുക്ക് പുളിയോറയെന്ന് പറയും. പുളിയോറ കൊണ്ട് ഉപയോഗമുണ്ട്. നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പുളിരസം എല്ലാം വെള്ളത്തിലിറങ്ങും. നമുക്ക് രസം വെക്കാനോ പുളി ചേർക്കേണ്ടതിനൊക്കെ ചേർക്കാൻ കൊള്ളാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഈ കൊന്ത് നമുക്ക് ഓട്ടുപാത്രങ്ങൾ തേക്കാൻ ഏറ്റവും നല്ലതാണ്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാം തരം തിരിച്ച് നമുക്ക് എടുക്കാം. ഈ പുളി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ ഉരളിലിട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ ഉരളൊക്കെ വെളിയിൽ കിടക്കുന്നത് കൊണ്ട് തേച്ച് കഴുകി എടുക്കുന്ന പാട് കാരണം ഞാനിത് മിക്സിയിലെടുക്കുകയാണ്. പൊടിക്കുന്ന ജാറിലെടുത്തിട്ട് കുറച്ചിടുക, സ്വല്പം ഉപ്പ് ചേർക്കുക. ഇനി ഇതൊന്ന് കറക്കി എടുക്കണം. അപ്പോൾ ഒരു ചെറിയ മയം വരും. നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പുളിയും ആക്കിയെടുക്കണം. നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് വയനയിൽ പൊതിഞ്ഞ് വെക്കണം. ഇപ്പം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. പുളിയുടെ ജലാംശം മൊത്തം പോയിട്ട് വേണം ഇത് എടുത്ത് വെക്കാൻ. ഇപ്പം ചെറിയ ബോളായിട്ട് ഉപ്പ് ചേർത്ത് ഇടിച്ച് വെക്കുന്നുണ്ട്. പുളിക്ക് നല്ല മയമാണ് ഉണ്ടാവുന്നത്. കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു തേനൂറി വരും. അത് നല്ലതാണ് ശരീരത്തിന്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞ് വെക്കാം. അപ്പം ഇരിക്കുന്തോറും ഈ വയനയിലയുടെ മണം വെയിലോട്ട് വരികയും അതിൻ്റെ ഗുണവും അതിനകത്ത് ഇറങ്ങുകയും ചെയ്യും. നമുക്ക് ബാക്കി എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. നമ്മളിത് ഭരണിയിലാണ് എടുത്ത് വെക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തു വെച്ച പുളിയാണിത്. കണ്ടോ, ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. നിറം കണ്ടില്ലേ? നമുക്കിനി ഇത് ഓരോന്നും ഭരണിക്കകത്തോട്ട്, ഭരണി നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി ഈർപ്പമെല്ലാം മാറ്റിയതിന് ശേഷം വേണം വെക്കാൻ. എല്ലാം പറക്കി വെക്കാം. എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടപ്പ് കൊണ്ട് മൂടി അടയ്ക്കാം. അടച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ കെട്ടി വെക്കണം. പ്രാണികളൊന്നും അകത്ത് കയറാത്ത രീതിയിൽ കെട്ടി വെക്കണം. അങ്ങനെ നമ്മൾ ഒരു ഭരണിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കിടപ്പുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഓരോ ഭരണിയിലാക്കി വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല. ഈ പുളിയുടെ സീസൺ വരുമ്പോൾ നമ്മൾ പച്ചപ്പുളി വാങ്ങിച്ച് ഇതുപോലെ വൃത്തിയായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ്. ശുദ്ധമായിട്ടുള്ള പുളി ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഇപ്പം പ്രായമുള്ളവരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പുതിയ തലമുറ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എത്ര സമയം ഇല്ലെങ്കിലും പുളിയുടെ സീസണിൽ നമുക്ക് ആവശ്യത്തിനുള്ള 2-3 കിലോ പുളി മതി. എപ്പോഴേലും ചെയ്താൽ മതി. ഇതൊന്നും ചീത്തയാവുന്ന സാധനമല്ല. നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കണമെന്നുള്ളതേ ഉള്ളൂ. സമയം പോലെ കുത്തിയെടുത്താൽ മതി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.